ടൂൾസ് ഒന്നും ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഷേപ്പിൽ സ്ലീവ് എങ്ങനെ കട്ട് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചാർട്ട് പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ നീളം വരുന്ന ഭാഗത്തേക്ക് മുകളിൽ നിന്ന് 3 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. രണ്ട് സൈഡിലും അത് അടയാളപ്പെടുത്തിയിട്ട് നമുക്കതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചു കൊടുക്കാം. അതിനുശേഷം മുകളിൽ നിന്ന് നമ്മുടെ കയ്യിൻ്റെ വണ്ണം എത്ര വരുന്നത് വെച്ചെങ്കിൽ അത് അവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. ഞാൻ 9 ഇഞ്ചാണ് കയ്യിൻ്റെ വണ്ണം എടുത്തിട്ടുള്ളത്. പിന്നെ തയ്യൽ തൂമ്പ് 1 ഇഞ്ച് അതും കൂടെ അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം നമുക്ക് മുകൾ വശത്തു നിന്ന് 3 ഇഞ്ച് എടുത്തതിൻ്റെ പകുതി 1.5 ഇഞ്ച് അവിടെ അടയാളപ്പെടുത്തി അതിനെയും കൂടെ സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചു കൊടുക്കാം. അതിനുശേഷം മുകൾ വശത്ത് ഒരു 1.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് താഴെ തയ്യൽ തുമ്പ് ചേർക്കാതെ താഴെ നമ്മൾ ആ വണ്ണം അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് നമ്മുടെ ടേപ്പിൻ്റെ പകുതി വെച്ചിട്ട് അതിൻ്റെ പകുതി വരുന്ന ഭാഗം അവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം മുകളിൽ നിന്ന് വണ്ണം എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, തയ്യൽ തുമ്പ് ചേർക്കാതെ വണ്ണം എടുത്ത ആ ഭാഗത്തിൻ്റെ നടുവശം എടുത്തിട്ട് അവിടെ നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അതുവരെ നമ്മുടെ ഈ നടുവിൽ വരച്ചിട്ടുള്ള ആ ഒരു ലൈനിലായിരിക്കും. എന്നിട്ട് അവിടെ ഡോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിനൊരു സ്ട്രെയിറ്റ് ലൈനാക്കി വരച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ആ 1.5 ഇഞ്ച് എടുത്തതിൻ്റെ പകുതി, അതായത് 3/4 ഇഞ്ച്, മുകളിൽ 1.5 എടുത്തതിൻ്റെ പകുതിയായിട്ട് 3/4 ഇഞ്ച് അവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് ഇവിടുന്ന് നമുക്ക് ഒരു ടൂൾസും വേണ്ട, ഇതേപോലെ ഒന്ന് ഷേപ്പ് വരച്ചു കൊടുത്താൽ മതി. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കൈ സ്ലീവ് വെട്ടിയെടുക്കാൻ പറ്റും കേട്ടോ. ഇത് നമ്മൾ ആദ്യം ഒരു പേപ്പറിലൊക്കെ ചെയ്തതിന് ശേഷം അത് വെച്ചിട്ട് നമ്മൾ തുണിയിൽ കട്ട് ചെയ്തെടുക്കായിരിക്കും നല്ലത്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ കൈ റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് അടിക്കാനും ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്